വന്ദനമേശുപരാ, നിനക്കെന്നു വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടി ആ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടി ആ തിരുനാമത്തിനാദരവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. അപ്പോൾ ഒരു സുവിശേഷകൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് വരുന്നത്, ദൈവത്തിൻ്റെ ഒരു നന്മയാണ് വരുന്നത്, ദൈവത്തിൻ്റെ ഒരു സമാധാനമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്ന സുവിശേഷകർ, അഭിഷിക്തർ, ദൈവം എന്തൊക്കെയോ കൊടുത്താണ് അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചത്. നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള സമാധാനം, സന്തോഷം, അനുഗ്രഹം അവരുടെ കയ്യിലുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ദൈവത്താൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നവൻ പെട്ടവൻ എന്ന് നിങ്ങൾ പറയുന്നവരെയും ചില തകർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കും. ഒരു അഭിഷിക്തൻ ഒരു വീട്ടിൽ കാലുകുത്തുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷങ്ങൾ മാറുകയാണ്. ചിലപ്പോൾ ലിറ്ററലി ഒരു അഭിഷിക്തൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലെങ്കിലും ഇന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ മേൽ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ദൈവം അയക്കുകയാണ്. ഉറപ്പായിട്ടും ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം എത്തിക്കുന്ന ഒരു വഴിയാണ് ഒരു സുവിശേഷകൻ, ഒരു അഭിഷിക്തൻ. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഈ ദൂതുകൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇപ്പോഴാവശ്യമുള്ളത് യേശുവിൻ്റെ നാമത്തിൽ വരുന്നു. യേശു പറയുകയാണ്, നിങ്ങൾക്ക് അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ അത് അവരിലേക്ക് വരും. ആ യോഗ്യത എന്താണ്? അംഗീകരിക്കുക, സ്വീകരിക്കുക, ഏറ്റെടുക്കുക, വന്നവരെ കൈക്കൊള്ളുക. ആമേൻ. യേശു കർത്താവ് വലിയ അനുഗ്രഹമായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. എന്നിട്ട് യേശു പറഞ്ഞു, അവനെ കൈക്കൊള്ളുന്നവർക്ക് ആ അനുഗ്രഹമുണ്ടാവും. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. അവൻ യേശുവിനെ കൊള്ളാഞ്ഞത് കൊണ്ട് യേശുവിൻ്റെ സമാധാനം, വീണ്ടെടുപ്പ്, രക്ഷ, സന്തോഷം, പരിശുദ്ധാത്മാവ് ഇതൊക്കെ അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പാവം പിടിച്ച ചിലർ യേശുവിനെ കൈക്കൊണ്ടു. പത്രോസ് യേശുവിനെ കൈക്കൊണ്ടു. പത്രോസിന്റെ കുടുംബം മാറി. അവൻ്റെ ഉപജീവന മാർഗം അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ വീട്ടിലെ അമ്മായിയമ്മയുടെ പനി മാറിപ്പോയി. ചെറുതായിരിക്കാം, പക്ഷെ മാറിപ്പോയി. അവൻ കടലിന്റെ മീതെ നടന്നു. അവനെ സ്വർഗീയമായ വെളിപ്പാടുകൾ ലഭിച്ചു. ദൈവത്തിന്റെ അധികാരത്തിന്റെ താക്കോൽ ലഭിച്ചു. ഒന്നുമല്ലാത്തൊരു മനുഷ്യൻ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി. ഇതിനെല്ലാം കാരണമായി അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ യോഗ്യത കൈക്കൊണ്ടു. യെസ്, എന്ന് പറയുന്നത്, ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ചർച്ചിൽ കൂടുന്നവരായിരിക്കത്തില്ല, പ്രത്യേകമായ ഒരു കൂട്ടായ്മയിൽ ചെല്ലാൻ ഇതുവരെയും ഒരു അവസരം കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷെ ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് സമാധാനം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. പക്ഷേ യേശുവിനെ സ്വീകരിച്ചാൽ ജീവിതത്തിന്റെ പരിഹാരമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടു. നിങ്ങളായിരിക്കുന്നിടത്തിരുന്ന്, യേശുവേ, എൻ്റെ ഹൃദയവും എൻ്റെ കുടുംബവും ഞാൻ നിനക്ക് വേണ്ടി തരികയാണ് എന്ന് പറഞ്ഞാൽ മതി. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനവും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരും. ആമേൻ. യോഗ്യത ഉള്ളവരിലേക്ക് അത് വരും. ആ യോഗ്യത കൈക്കൊള്ളുക, സ്വീകരിക്കുക, ഏറ്റെടുക്കുക.
യേശുപ്പ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലുള്ള പരിശുദ്ധാത്മാവെ സുവിശേഷം ഈ ഭവനങ്ങളിലെ തേടി വരുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് പകൽ ഞങ്ങൾ കർത്താവ് ഈ വചനത്തിലൂടെ അവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ സമാധാനത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ വിടുതലിനെ കൽപ്പിച്ചാക്കുന്നു. രോഗികൾ സൗഖ്യമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ബന്ധനങ്ങൾ തകരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായ വഴികൾ വാതിലുകൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ വന്ന് ചേരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, ഭാരങ്ങൾ, തകർച്ചകൾ അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ ജനത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ, ഇവരൊരു നന്മയായിരിക്കട്ടെ. ഇവരുടെ കുടുംബത്തിന്മേൽ തുടരുന്ന തകർച്ചകൾ, രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരൊരു നന്മയായി, അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിന്മേൽ ഉയർച്ചകളും അനുഗ്രഹങ്ങളും നന്മകളും വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടാകട്ടെ സമാധാനം. ആ സമാധാനവും കൃപയും ഈ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം. ഇവർക്ക് വേണ്ടതെല്ലാം കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾ വീണ്ടും കേൾക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഗോഡ് ബ്ലെസ് യു. ശാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.